ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹോൾ എഫക്റ്റ് സെൻസേഴ്സ് എന്ന് പറയുന്ന സെൻസേഴ്സാണ്. ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസറായിട്ടും പ്രോക്സിമിറ്റി സെൻസറായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സെൻസറാണ്. ഈ ഹോൾ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഫിനോമിനനാണ്. ഈ ഒരു പ്ലേറ്റിൽ ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ് ഈ ഹോൾ എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഹോൾ എഫക്റ്റ് സെൻസറിൽ ബേസിക്കായിട്ട് രണ്ട് കമ്പോണൻസ് ആണുള്ളത്. ആദ്യത്തത് ഈ ഒരു പ്ലേറ്റ്, അതൊരു കണ്ടക്റ്റീവ് പ്ലേറ്റ് ആയിരിക്കും. അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടാവും. ഒരു ബാറ്ററിയിൽ നിന്ന് ചെറിയൊരു കറണ്ട് ഈ പ്ലേറ്റിൽ, ഈ കണ്ടക്റ്റീവ് പ്ലേറ്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈ പ്ലേറ്റിൻ്റെ അടുത്തോട്ട് കൊണ്ടുചെല്ലുക. ഈ പ്ലേറ്റിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈ പ്ലേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലുക. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഈ കറണ്ട് പാസ് ചെയ്യുന്ന പ്ലേറ്റിലോട്ട് കൊണ്ടു ചെല്ലുമ്പോൾ ഈ പ്ലേറ്റിൽ ഒരു ഫോഴ്സ് രൂപം ഉണ്ടാകും. ഒരു ഫോഴ്സ് അതിൽ ഫോം ചെയ്യും. ആ ഫോഴ്സിനെയാണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ കറണ്ട് പാസ് ചെയ്യുന്ന പ്ലേറ്റിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അടുത്തോട്ട് കൊണ്ടു ചെല്ലുമ്പോൾ ആ പ്ലേറ്റിൽ ലോറൻസ് ഫോഴ്സ് ഫോം ചെയ്യും. ആ ഫിനോമിനനെയാണ് ആക്ച്വലി ഹോൾ എഫക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ലോറൻസ് ഫോഴ്സ് എന്ന ആ ഒരു സംഭവം ഈ പ്ലേറ്റിൽ ഫോം ആവുന്നത് മൂലം ഈ പാസ് ചെയ്യുന്ന കറണ്ട് ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റേ ഡയറക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലുള്ള ഇലക്ട്രോൺസ് ആ പ്ലേറ്റിൻ്റെ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യും. അതായത് ഈ കറണ്ടിൻ്റെ മൂവ്മെൻറ്റിനെ അത് ഡിസ്റ്റോർഷൻ സംഭവിക്കും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഈ പ്ലേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലുമ്പോഴേക്കും ഈ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ആ പാസ് ചെയ്യുന്ന കറണ്ടിന് ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കും. അതായത് അതിനുള്ള ഇലക്ട്രോൺസ്, ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസ് ഈ പ്ലേറ്റിൻ്റെ ഒരു സൈഡിലോട്ടങ്ങ് മൂവ് ചെയ്യും. അപ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ പ്ലേറ്റിൻ്റെ ഒരു സൈഡിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ കോമ്പോസിഷൻ കൂടും. അപ്പോൾ അത് കാരണം ഈ ഒരു സൈഡ് നെഗറ്റീവ് ചാർജ് ആവും. അതേസമയം തന്നെ മറ്റേ സൈഡിൽ പോസിറ്റീവ് ചാർജ് ആവും. അപ്പോൾ അതായത് കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റേ ഡയറക്ഷനിലോട്ട് കറണ്ട് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈ പ്ലേറ്റിൻ്റെ അടുത്തോട്ട് കൊണ്ടുചെല്ലുന്നു. അപ്പോൾ ആ പ്ലേറ്റിൽ ഒരു ലോറൻസ് ഫോഴ്സ് ഫോം ചെയ്യുന്നു. അത് കാരണം അതിലുള്ള ഇലക്ട്രോൺസ്, ഈ ഫ്ലോ ചെയ്യുന്ന കറണ്ടിലുള്ള ഇലക്ട്രോൺസ് ഒരു സൈഡിലോട്ട് അങ്ങ് മൂവ് ചെയ്യുന്നു. ആ സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ആ മൂവ് ആവുന്ന ആ ഒരു സൈഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. അപ്പം അത് കാരണം ഈ പ്ലേറ്റിൻ്റെ, ഈ കണ്ടക്റ്റീവ് പ്ലേറ്റിൻ്റെ ഒരു സൈഡിൽ നെഗറ്റീവും മറ്റേ സൈഡ് പോസിറ്റീവും ചാർജ്ഡ് ആവും. അതായത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ ഒരു പ്ലേറ്റിൽ ഫോം ചെയ്യും. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയുണ്ടെന്ന് മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഈ മാഗ്നറ്റിക് ഫീൽഡ് എത്രത്തോളം അടുത്തോട്ട്, ഈ പ്ലേറ്റിൻ്റെ എത്രത്തോളം അടുത്തോട്ട് എത്താൻ സാധിച്ചു, എത്തി എന്ന് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടുതൽ അടുത്തേക്ക് വരികയാണെങ്കിൽ കൂടുതൽ ഡിസ്റ്റോർഷൻ സംഭവിക്കും. അതായത് കൂടുതൽ ഇലക്ട്രോൺസ് ഈ സൈഡിലോട്ട് വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ സൈഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിക്കൊണ്ടിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് അടുത്തോട്ട് ചെല്ലും തോറും ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് മെഷർ ചെയ്തെടുക്കുക, അതിനുള്ള എക്യുപ്മെൻറ്റ്സ് കാണും. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് മെഷർ ചെയ്തെടുത്താൽ അതിനെ ബേസ് ചെയ്ത് ഈ മാഗ്നറ്റിക് ഫീൽഡ് എത്രത്തോളം അടുത്തേക്ക് വന്നു എന്ന് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ സെൻസേഴ്സിനെയാണ് ഹോൾ എഫക്റ്റ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസറായിട്ടോ അല്ലെങ്കിൽ പ്രോക്സിമിറ്റി സെൻസറായിട്ടോ ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫിഗർ, നമ്മൾ എക്സാമിന് ഈ ഒരു ഫിഗർ ആയിരിക്കും വരയ്ക്കാനായിട്ട് ഈസി. പ്രത്യേകിച്ച് ഈ ഒരു ഫിഗർ വരച്ച് നമുക്ക് കാണിക്കാനായിട്ട് ഈസിയാണ്. ഇനി ഈ ഒരു ഫിഗറാണ് നമ്മുടെ എയർവാക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ സംഭവം വർക്കിംഗ് എങ്ങനെയാണെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ഫിഗർ നമുക്ക് ഉപകരിക്കും. ഇതാണ് ആ കണ്ടക്റ്റീവ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. അതിൽ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് കറണ്ട് ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റേ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അതാണ് കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, കറണ്ട് ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റേ ഡയറക്ഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, അതായത് കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു മാഗ്നറ്റ് ഈ പ്ലേറ്റിൻ്റെ അടുത്തോട്ട് കൊണ്ടുചെല്ലുന്നു. അപ്പോൾ ആ സമയത്ത് ഈ കറണ്ടിൻ്റെ ഫ്ലോയ്ക്ക് ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കും. ആ ഇലക്ട്രോൺസ് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യും. ആ ഇലക്ട്രോൺസ് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിന് പകരം ഒരു സൈഡിലോട്ട് അങ്ങ് മൂവ് ചെയ്യും. അപ്പോൾ അത് കാരണം ആ സൈഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും, മറ്റേ സൈഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. അപ്പോൾ ഇത് രണ്ട് സൈഡും തമ്മിൽ, ഒരു പ്ലേറ്റിൽ തന്നെ രണ്ട് സൈഡും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫോം ആവുകയും ചെയ്യും. അതിനൊരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എത്രയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന്. അതിൻ്റെ ബേസ് ചെയ്ത് ഈ മാഗ്നറ്റ് എത്രത്തോളം അടുത്തോട്ട് വന്നു എന്ന് നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഹോൾ എഫക്റ്റ് സെൻസേഴ്സിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഈ ഹോൾ എഫക്റ്റ് സെൻസേഴ്സ്, ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് സെൻസേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതിൽ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഫ്യൂവൽ ലെവൽ ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഈ ഫ്യൂവൽ ലെവൽ ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോമൊബൈൽസിലൊക്കെ തന്നെ പെട്രോൾ ടാങ്കിലുണ്ട് അല്ലെങ്കിൽ ഡീസൽ ടാങ്കിൽ എത്ര ക്വാണ്ടിറ്റി, എത്ര ലെവൽ പെട്രോൾ ഉണ്ട് അല്ലെങ്കിൽ എത്ര ലെവൽ ഫ്യൂവൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഫ്യൂവൽ ലെവൽ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഫ്യൂവൽ ലെവൽ ഡിറ്റക്ടർ ആയിട്ട് നമുക്ക് ഈ ഹോൾ എഫക്റ്റ് സെൻസർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും.
മുമ്പ് അതായത് തൊട്ട് പ്രീവിയസ് ജനറേഷനുള്ള ഓട്ടോമൊബൈൽസിലെല്ലാം കാർ എസ്പെഷ്യലി കാറിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ സെൻസറാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ ഹോൾ എഫക്റ്റ് സെൻസർ ഉപയോഗിച്ചാണ് ഫ്യൂൽ ടാങ്കിലുള്ള പെട്രോളിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് അല്ലെങ്കിൽ ഡീസലിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് സെൻസ് ചെയ്യുന്നത്, ഇലക്ട്രോണിക്കലി സെൻസ് ചെയ്യുന്നത് ഈ ഒരു ഹോൾ എഫക്റ്റ് സെൻസറിൻ്റെ സഹായത്തോടെയാണ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ടാങ്കിൽ, പെട്രോൾ ടാങ്കിൽ അല്ലെങ്കിൽ ഡീസൽ ടാങ്കിലാണെങ്കിലും അതൊരു ഫ്ലോട്ട് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് കാണാം. അകത്ത് പൊള്ളയായിട്ടുള്ള, അകത്ത് എയറുള്ള ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻറ്റ് കാണാം. അത് ഈ ഫ്യൂവലിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അത് കുറച്ച് ഹൈറ്റ് ഉള്ളൊരു ഡിവൈസ് ആയിരിക്കും ഈ ഫ്ലോട്ട് എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ആ ഫ്ലോട്ട് എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ മുകളിൽ മാഗ്നറ്റ് ഫിക്സ് ചെയ്തിരിക്കും. ഈ ഫ്ലോട്ട് ഈ ഫ്യൂവലിൻ്റെ ലെവൽ കൂടുന്നതനുസരിച്ച് മുകളിലോട്ട് റേസ് ചെയ്ത് വരും. കാരണം അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കമ്പോണൻ്റ് ആയതുകൊണ്ട് ഫ്യൂവലിൻ്റെ ലെവൽ കൂടുന്നതനുസരിച്ച് ഈ ഫ്ലോട്ടും പൊങ്ങി കയറിക്കൊണ്ട് വരും. ഇതിൻ്റെ മുകളിൽ, ആ ടാങ്കിൻ്റെ മുകളിലായിരിക്കും ഈ ഹോൾ എഫക്റ്റ് സെൻസർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഹോൾ എഫക്റ്റ് സെൻസർ ഫിക്സ് ചെയ്തിരിക്കും. അതിലൂടെ കറണ്ടും പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് സപ്ലൈയും കാണും, അത് ഔട്ട്പുട്ടും എടുക്കും. കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിക്കാനായിട്ട് ഒരു സപ്ലൈ ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഹോൾ എഫക്റ്റ് സെൻസർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ മാഗ്നറ്റ് അടുത്തോട്ട് ചെല്ലും തോറും ഈ ഹോൾ എഫക്റ്റ് സെൻസറിൽ ഡിസ്റ്റോർഷൻ സംഭവിക്കുക, അതായത് കറണ്ടിൻ്റെ പാസ് ചെയ്യുന്ന ഡിസ്റ്റോർഷൻ സംഭവിക്കുക. ലോറൻസ് ഫോഴ്സ് കാരണം ഇലക്ട്രോൺസ് ഇതിൻ്റെ പ്ലേറ്റിൽ, ഈ ഹോൾ എഫക്റ്റ് സെൻസറിലുള്ള പ്ലേറ്റിൽ, അതായത് ഈ പ്ലേറ്റാണ് ഉദ്ദേശിക്കുന്നത് ഹോൾ എഫക്റ്റ് സെൻസർ കൊണ്ട്, ആ ഹോൾ എഫക്റ്റ് സെൻസറുള്ള പ്ലേറ്റിൽ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുകയും ചെയ്യും. കൂടുതൽ മാഗ്നറ്റ് കൂടുതൽ അടുത്തോട്ട് ചെല്ലും തോറും കൂടുതൽ ഇലക്ട്രോൺസ് ഒരു സൈഡിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് ബേസ് ചെയ്ത് കൂടുതൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ ഒരു സെൻസറിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പം കൂടുതൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ മാഗ്നറ്റ് കൂടുതൽ അടുത്തേക്ക് വന്നു എന്നാണ്. ഈ മാഗ്നറ്റ് കൂടുതൽ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഫ്ലോട്ട് എന്ന് പറയുന്ന കമ്പോണൻറ്റ് മുകളിലോട്ട് റൈസ് ആവുന്നു എന്നാണ്. അപ്പോൾ ഈ ഫ്യൂവൽ കുറവാണെങ്കിൽ ആ ഫ്ലോട്ട് താഴോട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിന് അത്രത്തോളം പവർഫുൾ ആയിരിക്കത്തില്ല. മാഗ്നറ്റ് കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും. ഈ ഫ്യൂവലിൻ്റെ ലെവൽ കൂടുന്നതനുസരിച്ച് ഈ ഫ്ലോട്ട് റൈസായി വരും. അത് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ മുകളിൽ മാഗ്നറ്റ് ഫിക്സ് ആയതുകൊണ്ട് തന്നെ ഈ മാഗ്നറ്റിൻ്റെയും ലെവൽ പൊങ്ങി വരും, ഈ ഹോൾ എഫക്റ്റ് സെൻസറിൻ്റെ അടുത്തോട്ട് ചെല്ലും. ആ മാഗ്നറ്റിൻ്റെ ക്ലോസ് എത്രത്തോളം ക്ലോസ് ആവുന്നു അത്രയും കൂടുതൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ ഹോൾ എഫക്റ്റ് സെൻസറിൽ ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഈ ഫ്ലോട്ടിൻ്റെ പൊസിഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. അതിനെ ബേസ് ചെയ്ത് ഈ ഫ്യൂവലിൻ്റെ ലെവലും എത്രയാണെന്ന് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് എടുത്ത് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഓട്ടോമൊബൈൽസിലൊക്കെ എസ്പെഷ്യലി കാറിലൊക്കെ ഈ ഒരു സെൻസർ ഉപയോഗിച്ചാണ് ഫ്യൂവലിൻ്റെ ലെവൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹോൾ എഫക്റ്റ് സെൻസർ ഉപയോഗിച്ച് ആക്ച്വലി ഡിസ്പ്ലേസ്മെൻ്റ് അല്ല മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോക്സിമിറ്റി അല്ല മെഷർ ചെയ്യുന്നത്. പക്ഷേ ഈ ഡിസ്പ്ലേസ്മെൻറ്റും പ്രോക്സിമിറ്റിയും ആ ഒരു സംഭവം ഉപയോഗിച്ച് തന്നെയാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന നിലയിലാണ് ഈ ഫ്യൂവൽ ലെവൽ ഡിറ്റക്ടറൊക്കെ യൂസ് ചെയ്യുന്നത്. എക്സാമിന് ചിലപ്പം ഈ ഫ്യൂവൽ ലെവൽ ഡിറ്റക്ടറിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു എക്സാമ്പിൾ എഴുതി ഹോൾ എഫക്റ്റ് സെൻസറിൻ്റെ വർക്കിംഗ് എഴുതി ഈ ഒരു ഫിഗറും വരച്ച് നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് ഹോൾ എഫക്റ്റ് സെൻസർ എന്ന് പറയുന്ന സംഭവം. ഈ ലോറൻസ് ഫോഴ്സ് എന്ന വാക്ക് ഓർത്ത് വയ്ക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റ് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ പ്ലേറ്റിൽ ഒരു ഫോഴ്സ് ഫോം ചെയ്യും. ആ ഫോഴ്സ് കാരണമാണ് ഈ ഇലക്ട്രോൺസ് ഒരു സൈഡിലോട്ട്, പ്ലേറ്റിൻ്റെ ഒരു സൈഡിലോട്ട് മൂവ് ചെയ്യുന്നത്. ആ ഫോഴ്സിനെയാണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിനോമിനെ ഹോൾ എഫക്റ്റ് ഫിനോമിനൻ എന്ന് പറയും. അപ്പോൾ ഇതാണ് ഹോൾ എഫക്റ്റ് സെൻസർ എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഫ്ലൂയിഡിൻ്റെ പ്രഷർ മെഷർ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സിനെ പറ്റി പഠിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.